കോൺഗ്രസിലെ യുവജന നേതാക്കളെ സൈബറിടങ്ങളിൽ രാഷ്ട്രീയം തിരഞ്ഞുകൊണ്ട് അവരെ അന്തംകമ്മികൾ സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ഷാഫി പറമ്പിലിനെതിരെ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള EN സുരേഷ് ബാബു വളരെ മോശമായ രീതിയിൽ കാണാൻ കൊള്ളുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഷാഫി അപ്പോൾ അവരെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് കൊണ്ടുപോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഒരാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അയാളെ വ്യക്തിഹത്യ ചെയ്യുക, അധിക്ഷേപിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ട രണ്ട് കാഴ്ചകളുണ്ട്. ഇന്നലെ പൊതു സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്ന രണ്ട് ചുംബന രംഗങ്ങളുണ്ട്. ആ ചുംബന രംഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മാതാമൃതാനന്ദമയിയെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു പരിപാടിയിൽ കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ എത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം മാതാ അമൃതാനന്ദമയിയെ ചുംബിക്കുന്ന ഒരു സീനാണ് നമ്മൾ ഇന്നലെ കണ്ട ഒന്ന്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം UN-ൽ പലസ്തീനു വേണ്ടി വളരെ വ്യക്തമായി സംസാരിക്കുകയും വാദിക്കുകയും ചെയ്ത കൊളംബിയൻ പ്രസിഡന്റിനെ, ആ പ്രസംഗം കഴിഞ്ഞ് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് തിരിച്ചു വന്നിരുന്ന കൊളംബിയൻ പ്രസിഡന്റിനെ ബ്രസീലിന്റെ പ്രസിഡന്റ് ചെന്ന് ചുംബിക്കുന്നതുമായ രണ്ട് കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ രണ്ട് കാഴ്ചകളും സോഷ്യൽ മീഡിയകളിൽ, സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചകൾ വഴിവെച്ചിരിക്കുകയാണ്. ചർച്ചകൾ എന്ന് പറഞ്ഞാൽ, ഒരു സൈഡിൽ ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പിടഞ്ഞു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിച്ച കൊളംബിയൻ പ്രസിഡന്റിനെ, ആ പ്രസിഡന്റിനെ ചുംബിക്കുന്ന ബ്രസീലിന്റെ പ്രസിഡന്റ്. മറ്റൊരിടത്ത് ഇത്രയും നാൾ സഖാക്കളും CPM-ഉം വേട്ടയാടിക്കൊണ്ടിരുന്ന ആൾ ദൈവമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന, കേട്ടാൽ അറക്കുന്ന വാക്കുകൾ കൊണ്ട് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കൊണ്ടിരുന്ന മാതാമൃതാനന്ദമയി എന്ന് പറയുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് ചുംബനം നൽകുന്ന സജി ചെറിയാനെയും നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് ഈ രണ്ട് ചുംബനങ്ങളും അതിനപ്പുറം ഷാഫി പറമ്പിലിന്റെ ഈ ബാംഗ്ലൂർ ട്രിപ്പും ചർച്ചയാവുന്നത്. ഷാഫിക്കെതിരെ ബാംഗ്ലൂർ ട്രിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും അത് ഒരുക്കിയെടുക്കുകയും ചെയ്ത സഖാക്കൾ ഷാഫിയെ അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. സോഷ്യൽ മീഡിയകളിൽ ഒക്കെ നിരന്തരമായിട്ട് ഷാഫി പറമ്പിലിനെയും കോൺഗ്രസിന്റെ യുവജന നേതാക്കളെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ കൊത്തിക്കീറുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ഈ സജി ചെറിയാന്റെ ഈ ഒരു ചുംബനം അത് പുറത്തു വന്നതോടുകൂടി കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള CPM-ന്റെ പ്രമുഖ നേതാവായിട്ടുള്ള P ജയരാജൻ, ആ P ജയരാജന്റെ മകൻ ജെയിൻ രാജ് സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായി അഭിപ്രായങ്ങളും പാർട്ടിയുടെ ഓരോ പ്രവർത്തനങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്ന ഈ ജെയിൻ രാജ് ഇന്നലെ ഈ സജി ചെറിയാന്റെ ഈ ഒരു ചുംബനം പുറത്തു വന്നതോടുകൂടി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, സുധാമണി എന്ന് മാത്രം. അതായത് മാതാ അമൃതാനന്ദമയ്യാണ് ഈ സുധാമണി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജെയിൻ രാജിന്റെ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ ചേർത്ത് വായിക്കേണ്ട ഒരുപാടധികം പ്രതികരണങ്ങളും നമ്മൾ കണ്ടു. പാർട്ടി 4 വോട്ടിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആഭാസത്തരത്തിലേക്ക് കടക്കുന്നതായിട്ട് പലരും വിമർശിക്കുന്നത് കണ്ടു. അത് സജി ചെറിയാന്റെ ഈ ഒരു പ്രവൃത്തിയെ മാത്രമല്ല വിമർശിക്കുന്നത് കണ്ടത്, അതിനപ്പുറത്തേക്ക് കടന്നിട്ട് ഷാഫി പറമ്പിലിനെതിരെയായ നടക്കുന്ന വേട്ടയാടലുകളും ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കളികളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. സൈബറിടങ്ങളിൽ സഖാക്കൾ തമ്മിൽ തല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും ദിവസം ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ കൊത്തിക്കീറാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച ഈ സഖാക്കൾ ഇന്നിപ്പോ തമ്മിൽ തല്ലുകയാണ് സൈബറിടങ്ങളിൽ. ഈ പറയുന്ന സജി ചെറിയാന്റെ പ്രവൃത്തിയിലും അതുപോലെ അനുബന്ധമായി നടക്കുന്ന പല പ്രവൃത്തികളും, എസ്പെഷ്യലി ഷാഫിക്കെതിരെ നടന്നിരിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ എല്ലാ അർത്ഥത്തിലും
ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഷാഫിക്ക് വെച്ച കെണി അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. സോഷ്യൽ മീഡിയ ഓരോ തരത്തിൽ ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഖാക്കളെയും പിണറായി വിജയനെയും പിണറായി വിജയന്റെ ഭരണത്തെയും എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണോ ഷാഫി പറമ്പിലിനെയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസിനെയും ഒക്കെ എന്തിന് വി ഡി സതീശനെതിരെ പോലും സൈബർ ആക്രമണങ്ങൾ പടുത്തുവിട്ടത്, അതൊക്കെ മറ്റൊരു തരത്തിൽ സഖാക്കൾക്ക് തന്നെ വലിയ തിരിച്ചടിയാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഖാക്കൾക്കിടയിൽ ഇത്തരത്തിൽ ഒരു രണ്ടഭിപ്രായം ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പി ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ സഖാക്കൾക്കിടയിൽ തന്നെ കാണാൻ കഴിയും. സഖാക്കൾ ഈ പോസ്റ്റിനെ പോലും രണ്ട് തരത്തിലാണ് കാണുന്നത്. കാരണം പലരും പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരമാണ് വലുത്, ആ അധികാരമില്ലെങ്കിൽ പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ് പലരും സൂചിപ്പിക്കുന്നത്. അപ്പോൾ അധികാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോയാലും കുഴപ്പമില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ വാദിക്കുമ്പോൾ, ഈ ജെയിൻ രാജിനെ പോലെയുള്ള ആളുകൾ ഇത് പാർട്ടിക്ക് നിരക്കാത്ത പരിപാടിയാണ് എന്നും പാർട്ടിയുടെ ഈ വ്യതിയാനം അത് പാർട്ടിക്ക് വലിയ ക്ഷീണങ്ങൾ ഉണ്ടാക്കുമെന്നും നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തെറിവിളികൾ വല്ലാതെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിവിടെ സഭ്യമല്ലാത്ത രീതിയിലുള്ള തെറിവിളികളും വാക്കുകളും ആയതുകൊണ്ടാണ് അതൊന്നും ഇവിടെ വായിച്ച് മെനക്കെടാത്തത്. അപ്പോൾ ഇത്തരത്തിൽ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം അന്തംഗമ്മികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വിഭാഗം അന്തംഗമ്മികൾ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു എന്ന് പറഞ്ഞു കേൾക്കാറില്ലേ, അത് തന്നെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. കോൺഗ്രസിനിട്ട് വെച്ചത് ഷാഫിയെയും രാഹുലിനെയും കരുവാക്കി അവരെ വെച്ച് കോൺഗ്രസിന് ചെക്ക് വെക്കാമെന്ന് കരുതിയവർക്ക് അവർക്കിടയിൽ പാർട്ടിക്കിടയിൽ ഇത്തരത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ തന്നെ വിലയിരുത്തപ്പെടുകയാണ്. അത് ഈ പറയുന്ന സജി ചെറിയാന്റെ ഈ ഒരു നടപടി മാത്രമല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിൽ വെച്ചുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമാകുകയാണ് ഈ നടക്കുന്ന ചർച്ചകൾ. കാരണം ഈ ജെയിൻ രാജിന്റെ FB വോളിൽ പോയിട്ട് അവിടെ വരുന്ന പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ചെയ്യുകയും കമന്റ് ബോക്സിൽ വരുന്ന അഭിപ്രായം പകരുകയും ചെയ്യുന്നവരൊക്കെ ഈ പറയുന്ന സഖാക്കളാണ്, സഖാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ എല്ലാ രീതിയിലും CPM-ന് തന്നെ തിരിച്ചടിയാവുകയാണ്. ഈ പറയുന്ന PR വർക്കുകൾക്കപ്പുറം പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്ന്, അണികളിൽ നിന്ന് അകന്നു പോകുന്നു, ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ള ഒരു പൊതു അഭിപ്രായം സഖാക്കൾക്കിടയിൽ തന്നെ രൂപപ്പെട്ടു വരികയാണ്. എന്തൊക്കെയാണെങ്കിലും ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാവുന്ന മുറുമുറുപ്പ് അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് വളരെ അനുകൂലമായ ഒരു ഘടകമായി മാറുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.